ഈ സ്ഥലത്തിന്റെ പേര് സൗറമലയുടെ താഴ്ഭാഗം. സൗറമലയാണ് നേരത്തെ കണ്ടല്ലോ, നോട്ടത്തിലുണ്ടോ സൗറമലയാണ് ഈ കാണുന്നത്. സൗറമലയുടെ പ്രത്യേകത നേരത്തെ വാഹനത്തിൽ നമ്മൾ ഏകദേശം പറഞ്ഞില്ല. ഹിജ്റ അവിടുത്തെ ഹിജ്റയുടെ ഭാഗമാണ് സൗറ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയുടെ ഭാഗമാണ് സൗറമല. വടക്ക് ഭാഗത്ത് മദീന സ്ഥിതി ചെയ്യുന്നു, തെക്ക് ഭാഗത്ത് സൗറമല സ്ഥിതി ചെയ്യുന്നു. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്ന് മലമുകളിലേക്ക് കയറി. മലമുകളിൽ എത്തിയപ്പോൾ അവിടെ ഗുഹക്കകത്ത് ചെറിയ ഗുഹ, അതാണല്ല വലിയൊരു പാറ. ആ പാറ കഴിഞ്ഞൊരു പാറ, അതിൻ്റെ മടക്കിലാണ് ഈ അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയി കടക്കുമ്പോൾ സിദ്ദീഖെന്നവരെ അതിൽ ഉള്ളതായി ചെയ്യണം. ഓരോ പൊട്ടു മാത്രം അടയാറുണ്ട്. കാരണം എന്താ, ഇനി കഷ്ണം കൊടുക്കാൻ തോന്നി ഔറത്ത്. അപ്പൊ അതേ മനസ്സിൽ വിചാരിച്ച് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്ത് പറ്റും, എന്തെങ്കിലും ഒരു ഉപദ്രവമായിട്ടുള്ളത് ഒന്നു പോകുമെന്ന് പേടിച്ചിട്ട് കാലെങ്കിലും വെച്ചിട്ടാ കടന്നു. നബി എങ്ങനെ കടന്നോളി, നമുക്ക് രണ്ടാൾക്കാരുള്ള കണക്കായി തോന്നും. റസൂലുള്ള യാത്രയുടെ ക്ഷീണം കൊണ്ട് അവിടെ സിദ്ദീഖെന്നവരെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ടതാ ബഹുമാനപ്പെട്ട സിദ്ദീഖെന്നവര് കാല് വെച്ച് അടച്ച ഭാഗം, അതിനുള്ളൊരു പാമ്പാണ് വെച്ചത്. അസത്യമായ വേദന, പാമ്പ് കടിച്ചാൽ പിന്നെ വേദനയാണ്. ആ വേദന കൊണ്ട് അദ്ദേഹം എങ്ങനെ നബിയെ ഉണർത്തും, അത് അതവുകളല്ല. കഠിനമായ വേദന വന്നപ്പോൾ കണ്ണു നിറഞ്ഞു വെള്ളം ഹബീബായ തങ്ങളുടെ മുഖത്തേക്ക് റസൂലുള്ളാഹി പെട്ടെന്ന് ഉണർന്നു. എന്തിനാ ഞങ്ങൾ കരയേണ്ട സിദ്ദീഖേ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോൾ സിദ്ദീഖെന്നവര് പറഞ്ഞു, ദഹനിയൽ ഹയ്യ, ഹബീബേ എന്നൊരു പാമ്പ് കൊത്തിച്ചു, എന്നെ പാമ്പ് പിടിച്ചു. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ബേജാറാവണ്ട സിദ്ദീഖേ, അവിടുത്തെ ഉമിനീരെടുത്ത് ആ ഉമിനീരെടുത്തിട്ട് അവിടെ വരച്ചു കൊടുത്തു. ഉമിനീര് വലിയ ദ്വാരം റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട ഉമിനീര് തട്ടിയതോടുകൂടെ ആ ഉമിനീര് കാരണം മഹാനായ സിദ്ദീഖെന്നവരുടെ വിഷം ഇറങ്ങിപ്പോയി, വേദന പോയി, ആശ്വാസമായി സമാധാനം. പോലെ രണ്ടുപേരും സുരക്ഷിതരായി നിൽക്കുമ്പോഴാണ് അതിന്റെ മുകൾ പരപ്പിൽ ഒരു ഒച്ച, ഒരു ശബ്ദം. ഇതാണ് അബൂജഹലടക്കമുള്ള വലിയ വലിയ പോക്കിരിമാര് ആയുധമായി ഇങ്ങനെ ചുറ്റിയാണ്. എവിടെ ജബലു സൗറിൽ ആ ഗുഹാമുഖത്ത് ഇങ്ങനെ ചുറ്റിയാണ്. അപ്പൊ അവർക്ക് തോന്നി ഇതിനുള്ളിൽ ഇപ്പോൾ റസൂലുണ്ടോ, മുഹമ്മദ് നബി ഉണ്ടോ, ഒളിച്ചു നിൽക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടി ഗുഹന്റെ മുഖത്തേക്ക് ഒരു വന്നു. 4 ഭാഗം നടന്നു നോക്കിയിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്. ഗുഹാമുഖത്ത് വന്നു നോക്കിയപ്പോ ആ ഗുഹാമുഖത്ത് കാണുന്നത് എന്താണ്? ചിലന്തിയുടെ വല. ചിലന്തി വല അല്ലേ? പിന്നെ അവിടെ ഒരു പ്രാവ്, ഒരു മേടപ്രാവ് മുട്ടയിട്ട് അതവിടെ കണ്ടപ്പോ അബൂജഹൽ പറഞ്ഞത് വേനത്തുള്ളാഹിയാലേ ഇല്ല, ഇവിടെ ഇതിന്റെ ഉള്ളിൽ മുഹമ്മദും സിദ്ദീഖുമില്ല, നമ്മളതിന് വെറുതെ വന്നു, നമ്മളതിന് അങ്ങോട്ട് പോകുന്നു. അവരെ മനസ്സിലാണ് പറഞ്ഞിട്ട് കൊടുത്തു. ആയുധധാരികളായ ശത്രുക്കൾ മലമുകളിൽ എലമ്പ്യരായി ഇറങ്ങിപ്പോയ സംഭവമാണ് സൗറത്ത് സംഭവം. മഹാനായ സിദ്ദീഖെന്നവര് കണ്ടപ്പം പറഞ്ഞ രംഗത്ത് ഹബീബായ നബി അവർക്ക് ഒച്ച കേൾക്കുന്നുണ്ട്. എനിക്കൊന്നും പറ്റിയാലും പ്രശ്നമല്ല, പക്ഷെ നിങ്ങൾക്കൊന്നും പറ്റരുത്. ആരംഭ റസൂലേ, അങ്ങയുടെ രോമത്തിന് കോട്ടം പറ്റുന്നത് എനിക്ക് പ്രയാസമാണ്. അതുകൊണ്ട് മുത്തുനബിയെ, അവിടെ എന്തോ ഒച്ച കേൾക്കുന്നുണ്ട്, ആരം വരുന്നുണ്ട്, അവരെ നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. റസൂലുള്ള പറഞ്ഞു, യാ അബൂബക്കർ ലാ തഖഫ്, ഇന്നല്ലാഹ മഅനാ, പേടിക്കണ്ട, അല്ലാഹു നമ്മളോടൊപ്പം. പേടിക്കേണ്ട ആവശ്യമില്ല, അല്ലാഹു നമ്മളോടൊപ്പം. എന്നിട്ട് റസൂലുള്ള അവിടെ വിരലിങ്ങനെ കണ്ടു. ആ വിരലിന്റെ ഇടയ്ക്കുള്ളിൽ നോക്കും, എന്താ കാണുന്നത്? അപ്പോ ഈ ഒരു കടലുണ്ടല്ലോ അവിടെ, സൗറിന്റെ ആ ഭാഗത്ത് കടലുണ്ട്. അവിടെ കടലുണ്ടായിട്ടാണോ? ആണോ? അല്ലാഹുവിന്റെ ഹബീബ് അവിടെ അപ്പൊ കാണിച്ചു കൊടുക്കും. എന്ത് ഒരു കാരണം സിദ്ദീഖെന്നവർക്ക് ആശ്വാസമാണ്, സമാധാനം ഉണ്ടാവണം. ആ കടല് അവിടെ എന്താ കാണുന്നത്? അവിടെ കടൽക്കരയിൽ ഒരു കപ്പലുണ്ടെന്ന് നബി റസൂലുള്ള പറഞ്ഞു, സിദ്ദീഖേ, ശത്രുക്കൾ ഈ ഭാഗത്തൂടെ നമ്മളെ വന്ന് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ ആ കടലിലേക്ക് പോകും. ആ കടൽക്കരയിൽ നങ്കൂരമിട്ട ആ കപ്പലിൽ കയറി നമ്മൾ അതുകൊണ്ട് തവക്കുലിന്റെ അല്ലാഹുവിലേക്ക് ഒരു മനുഷ്യൻ
ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏത് പ്രയാസ ഘട്ടങ്ങളിലും അല്ലാഹുവിലേക്ക് വരവേൽപ്പിക്കേണ്ട നാണ് എന്ന സന്ദേശമാണ് ജബൽ സൗറിന്റെ ഉള്ളിൽ നിന്ന് സയ്യിദുനാ റസൂലുള്ളാഹി 6 സൗറിന്റെ ഉള്ളിൽ നിന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി അവിടുത്തോടെ എങ്ങനെ സ്നേഹം പുലർത്തണം, അവിടുത്തെ എങ്ങനെ മഹബത്ത് വെക്കണം എന്നത് കൃത്യമായി വരച്ച് കാണിച്ചു തരുന്നതായിരുന്നു മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണിച്ച സ്നേഹം. അതുകൊണ്ട് ദീർഘമായ ചരിത്രമുള്ള സൗർ വിശാലമായി പറയുന്നില്ല. അതിന്റെ മുകളിലേക്ക് ഈ സമയത്ത് ഒതുവ് നടത്തിച്ച നേരാണെങ്കിൽ ആളുകളങ്ങനെ അതൊരു ഈമാനാണ്, അതൊരു പ്രവാഹമാണ്, അതൊരു സ്നേഹമാണ്, അതൊരു മഹബത്താണ്. ആ മഹത്തായ സ്ഥലത്ത് നമുക്ക് എത്താൻ കഴിയും. നമുക്ക് കയറാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇവിടെ എത്താൻ കഴിയും. അത് കാണാൻ കഴിഞ്ഞു, പുണ്യനബിയുടെ ചരിത്രം അയവിറക്കാൻ കഴിഞ്ഞു. അതൊക്കെ മഹബത്തിന്റെ ഭാഗമാണ്. ഈ മഹബത്ത് അല്ലാഹു നിലനിർത്തി തരുമ്പോൾ